യേശുവിൻ്റെ കുരിശുയാത്രയിൽ അവനെ അനുഗമിച്ചിരുന്നവരിൽ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ഈ ജനക്കൂട്ടം അവൻ്റെ പരസ്യജീവിതത്തിൽ അവനെ അനുഗമിച്ചിരുന്നവരാണ്. അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളിൽ ആശ്ചര്യപ്പെട്ടിരുന്നവരാണ്. യേശു പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചിരുന്നു. സന്തോഷപൂർവ്വം അവൻ്റെ വാക്കുകൾ അവർ കേട്ടിരുന്നു. ഈശോയുടെ രാജകീയ ജെറുസലേം പ്രവേശനത്തിൽ വലിയ ജനക്കൂട്ടം ഈന്തപ്പനയുടെ കൈകളെടുത്തുകൊണ്ട് അവനെ എതിരേറ്റിരുന്നു. ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നവർ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ പെസഹ അത്താഴത്തിന് ശേഷം ഗെത്സമനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം അവിടെയും വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത്. പുരോഹിത പ്രമുഖന്മാരുടെയും നിയമജ്ഞരുടെയും കയ്യാളുകളാണ് ഈ ജനക്കൂട്ടം. പുരോഹിത പ്രമുഖരുടെ ആവശ്യമനുസരിച്ച് ബറാബാസിനെ വിട്ടുതരാനും യേശുവിനെ ക്രൂശിക്കാനും പീലാത്തോസിനോട് ജനക്കൂട്ടം ആവശ്യപ്പെട്ടു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് ഏറ്റുപറഞ്ഞ് ആർത്തുവിളിച്ച ജനക്കൂട്ടം തന്നെ അവനെ ക്രൂശിക്കുക എന്ന് ആർത്തുവിളിച്ചു. ജനക്കൂട്ടം ഇങ്ങനെയാണ്. തങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നവരെ ഉപകാരികളായി കരുതും. അവർ പറയുന്നതെന്തും ചിന്തയില്ലാതെ വിഴുങ്ങും. പലപ്പോഴും യഹൂദ നേതൃത്വത്തിൻ്റെ യേശുവിനെതിരെയുള്ള ഉപകരണമാണ് ഈ ജനക്കൂട്ടം. അവർക്ക് വ്യക്തമായ നിലപാടുകളില്ല. അവർ ഉപകാരികളെന്ന് കരുതുന്ന അധികാരികൾ പറയുന്നതെന്തും ചെയ്യാൻ സന്നദ്ധരായ പ്രവർത്തകരാണവർ. അവർക്ക് പേരില്ല, ജനക്കൂട്ടമെന്ന് മാത്രം. എന്തുകൊണ്ടാണ് അവർക്ക് നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനാകാതെ തരത്തിനൊത്ത് മലക്കം മറിയുന്നവരായി തീരുന്നത്? ദൈവകൽപ്പനകൾ പാലിച്ച് ശക്തമായ മനസാക്ഷി രൂപപ്പെടാത്തതുകൊണ്ടാണ് സത്യത്തിനു വേണ്ടി ഉറച്ച നിലപാടുകൾ എടുക്കാൻ കഴിവില്ലാത്തവരായി അവർ മാറുന്നത്. ദൈവത്തിനു വേണ്ടി, ദൈവകൽപ്പന പാലിക്കുന്നതിന് വേണ്ടി അവർ ശക്തമായി നിലകൊണ്ടിട്ടില്ല. അതിനാൽ നീതിമാന്മാർക്ക് വേണ്ടി നിലകൊള്ളാൻ, ശക്തമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ, മൂല്യമുള്ളവരാകാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ ജനക്കൂട്ടത്തെ പോലെയാണ് നമ്മിൽ പലരും. അവർ വിസ്മയകരങ്ങളായ പ്രവൃത്തികളിൽ അത്ഭുതപ്പെടും, ശക്തമായ പ്രബോധനങ്ങളിൽ ആശ്ചര്യപ്പെടും, അനുഗമിക്കും, ഓശാന പാടും. ശക്തമായി ഒലിച്ചിറങ്ങുന്ന കിംവദന്തികളിൽ അവർ തങ്ങളുടെ നിലപാട് മാറ്റും. പിടിച്ചു നിൽക്കാൻ മലക്കം മറിയും. അവർക്ക് മൂല്യമില്ല, പേരില്ല, നിലപാടുകളില്ല. ഈ ജനക്കൂട്ടത്തിൻ്റെ നിലപാടിലാണോ ഞാനും നീയും വ്യാപരിക്കുന്നത്? സ്തുതി പാടിയ അധരം കൊണ്ട് തന്നെ അവനെ ക്രൂശിക്കുവാൻ ആവശ്യപ്പെടുന്ന മറ്റാരുടെയോ ആജ്ഞാനുവർത്തികളായ സന്നദ്ധ പ്രവർത്തകരാണോ നാം? ദൈവത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറ്റാരുടെയും ആജ്ഞാനുവർത്തിയായി നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരില്ല. ദൈവകൽപ്പനകളിൽ ഉറച്ചു നിൽക്കാം. ശക്തരായി ദൈവിക മൂല്യങ്ങളിൽ നിലനിൽക്കുന്നവരാകാം.